കോഴിക്കോട് ജുവനൈൽ ഹോമിൽ നിന്ന് കാണാതായ 16-കാരനെ ലഹരി സംഘങ്ങൾക്കിടയിൽ നിന്നും രക്ഷപ്പെടുത്തി. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ലഹരി സംഘത്തിൽ നിന്നുമാണ് പോലീസും ഡാൻസ് ഓഫും ചേർന്ന് കുട്ടിയെ കണ്ടെത്തിയത്, പിന്നീട് രക്ഷപ്പെടുത്തിയത്. ഈ മാസം 23-നാണ് കുട്ടിയെ കാണാതായത്. മിഥില ബാലൻ വിശദാംശങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. മിഥില, എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഈ കുട്ടി ലഹരി സംഘത്തിന്റെ പിടിയിൽപ്പെടുന്നത് ഏത് തരത്തിലാണ്? പോലീസ് കൂടുതലായി വിശദീകരിക്കുന്നത് എന്താണ്? മിഥില ബാലൻ. ശ്രീജിത്ത്, ഈ കുട്ടിയെ ഈ മാസം 23 മുതലാണ് കാണാതായത്. 23-ന് വൈകുന്നേരം 6 മണിക്ക് കളിക്കാനായി ഗ്രൗണ്ടിലേക്ക് പോയതാണ്. പക്ഷേ പിന്നീട് ഈ കുട്ടി ഈ ഒരു ജുവനൈൽ ഹോമിലേക്ക് തിരിച്ചെത്തിയില്ല. അങ്ങനെ ഈ ജുവനൈൽ ഹോം അധികൃതർ ചേവായൂർ പോലീസിൽ പരാതി പറയുന്നു. ചേവായൂർ പോലീസ് നടത്തിയ പ്രാഥമികമായ അന്വേഷണത്തിൽ ഈ കുട്ടിയുടെ കേസ് ഹിസ്റ്ററി പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ലഹരി സംഘവുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിരുന്നു, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായത്. ഇതിനെ തുടർന്ന് ഈ കുട്ടി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണമായി. ചേവായൂർ പോലീസും ഒപ്പം തന്നെ ഡൻസാഫും ചേർന്നായിരുന്നു ഈ ഒരു അന്വേഷണം നടത്തിയത്. അങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഒരു ലഹരി സംഘത്തിന്റെ കൂടെ ഈ കുട്ടിയെ കണ്ടെത്തുകയും അവിടെ നിന്ന് ആ കുട്ടിയെ മോചിപ്പിച്ച് പിന്നീട് CWCക്ക് മുൻപാകെ ഹാജരാക്കുകയും ചെയ്തിട്ടുള്ളത്. 2 ദിവസം മുൻപും ഈ കുട്ടി സമാനമായ രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചതിൽ നിന്നാണ് ഇത്തരത്തിൽ ലഹരി മരുന്ന് മുൻപ് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലഹരി സംഘവുമായി ബന്ധമുണ്ട്, അത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമാവുകയും പിന്നീട് ഈ കുട്ടിയെ ഈ ഒരു സംഘത്തിന്റെ അടുത്ത് നിന്ന് കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.